സെറാഫീം ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. 131ാമത് മാരാമൺ കൺവെൻഷനോട് അനുബന്ധിച്ച് ഭാരതത്തിലെ മിഷൻ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വയലേലകളിലൂടെ എന്ന ഈ പ്രത്യേക പ്രോഗ്രാമിൽ ഇന്ന് മാർത്തോമാ സഭയുടെ ആന്ധ്രാപ്രദേശിലെ ചാകലമാരി മിഷൻ സെൻ്ററിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട യെവിൻ സി മാത്യു അച്ഛൻ നമ്മോടൊപ്പം ചേരുകയാണ്. അച്ഛൻ്റെ വാക്കുകളിലേക്ക്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആന്ധ്രാപ്രദേശിൽ ആദ്യമായി ആരംഭിച്ചതായ മിഷൻ പ്രസ്ഥാനമാണ് ചാകലമാരി മാർത്തോമാ മിഷൻ. 1992 ഈ മിഷൻ ആന്ധ്രാപ്രദേശിൽ പ്രാരംഭം കുറിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇപ്പോൾ 34 വർഷക്കാലം ആന്ധ്രയുടെ മണ്ണിൽ അനുഗ്രഹീതമായ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ സംഘത്തിൻ്റെതായ ഈ മിഷൻ പ്രവർത്തനത്തിന് ഇടയായിത്തീരുന്നു എന്നുള്ളതും ഏറ്റവും സന്തോഷം നൽകുന്നതായിട്ടുള്ള ഒരനുഭവമാണ്. ഇപ്പോൾ 11 ഗ്രാമങ്ങളിലായി നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ 60 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നടത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. 8 ദേവാലയങ്ങൾ ഈ മിഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. 420ഓളം കുടുംബങ്ങൾ ഈ നാളുകളിൽ മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തീർന്നു എന്നുള്ളതും ഏറ്റവും സന്തോഷം നൽകുന്നതായ അനുഭവമാണ്. 600ഓളം ആളുകൾ അന്വേഷകരായി ഈ മിഷനോട് ചേർന്നുള്ളത് എന്നുള്ളതും മറ്റ് സന്തോഷം നൽകുന്നതായ ഒരു സംഗതി കൂടിയാണ്. 1997 ഈ മിഷൻ മുൻപോട്ട് വെച്ചതായ ഒരു വലിയ ശുശ്രൂഷയാണ് മാർത്തോമാ വിദ്യാനികേതൻ ബോയ്സ് ഹോസ്റ്റൽ. ഇന്ന് 29 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഏകദേശം 450ഓളം കുഞ്ഞുങ്ങൾക്ക് ഈ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിറങ്ങുവാൻ ഇടയായി തീർന്നു എന്നുള്ളതും ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ഈ അക്കാഡമിക് ഇയറിൽ 28 കുഞ്ഞുങ്ങൾ നമ്മുടെ ക്യാമ്പസിൽ പഠിക്കുന്നു. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ളതായ കുഞ്ഞുങ്ങൾക്ക് ഈ നാളുകളിൽ ധന്യമായ നേതൃത്വം നൽകുവാൻ ഈ ക്യാമ്പസിലൂടെ ഈ ഹോസ്റ്റലിൻ്റെ പ്രവർത്തനത്തിലൂടെ സാധ്യമായി തീരുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പഠിച്ചതായ 12ഓളം കുഞ്ഞുങ്ങൾ ഇന്ന് മാർത്തോമാ സുവിശേഷ സംഘത്തിൻ്റെയും ഭദ്രാസനങ്ങളുടെയുമായ പ്രവർത്തനങ്ങളിൽ സുവിശേഷകരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതും വലിയ സന്തോഷം നൽകുന്നതായ ഒരനുഭവമാണ്. ഈ സംവത്സരം ഈ ഹോസ്റ്റലിൽ പഠിച്ചതായ ഒരു വിദ്യാർത്ഥി മാർത്തോമാ സഭയുടെ പട്ടക്കാരനായി തീരുന്നു എന്നുള്ളതും ഏറ്റവും സന്തോഷമുള്ളതായ മറ്റൊരു സംഗതിയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ മിഷനെ ഓർത്ത് പ്രാർത്ഥിക്കാം. 7 സുവിശേഷകർ ഈ മിഷനിൽ പ്രവർത്തിക്കുന്നതും ഒരു മിഷനറി പട്ടക്കാരനും കുടുംബമായി ക്യാമ്പസിൽ താമസിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. പ്രിയരെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ മിഷനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഗ്രാമങ്ങളിലെ ശുശ്രൂഷയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഏറ്റവും കൂടുതലായി പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ദേവാലയങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വന്ന് ഈ മിഷൻ കാണുവാനായിട്ടും അവിടെ താമസിക്കുവാനായിട്ട് അവിടെയുള്ള ആരാധനകളിൽ പങ്കെടുക്കുവാനായിട്ടൊക്കെയുള്ള അവസരമുണ്ട്. ദയവായി ആ അവസരവും പ്രയോജനപ്പെടുത്തുന്നത് മിഷനെ കൂടുതലായിട്ട് അറിയുവാൻ, കൂടുതലായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതും ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ഉള്ളതിനോടൊപ്പമുള്ളത് നമ്മുടെ ക്യാമ്പസിലുള്ളതായ ഹോസ്റ്റലിൽ പഠിച്ചതായ ഒരു വിദ്യാർത്ഥി, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സെമിനാരിയിൽ പഠിച്ച് ഈ വർഷം പട്ടം കെട്ടപ്പെടുവാനായിട്ട് ഒരുങ്ങുന്നതായ പ്രിയപ്പെട്ട സിമിയോൻ നമ്മളോടൊപ്പമുണ്ട്. പ്രത്യേകിച്ച് സിമിയോൻ നമ്മുടെ ഹോസ്റ്റലിലെ സ്റ്റുഡൻ്റാണ്. ഫരീദാബാദ് തിയോളജിക്കൽ സെമിനാരിൽ നിന്ന് പഠനം പൂർത്തിയാക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും മിഷനെ ഓർത്ത് പ്രാർത്ഥിക്കാം, മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകാം. പ്രത്യേകിച്ച് സെറാഫീം ന്യൂസിലൂടെ ഈ മിഷനെ പരിചയപ്പെടുത്തതിൽ ഏറെ സന്തോഷമുള്ളതായ അനുഭവമാണ്. സെറാഫീം ന്യൂസിനോടുള്ള നന്ദിയും സ്നേഹവും മിഷൻ്റെ പേരിൽ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു.